നെക്സ്റ്റ് ക്വാണ്ടിറ്റി സെർവിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ഒക്കെ ചോദിക്കുന്ന സാധനമാണ് എപ്പോഴും. സോ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. പ്രിലിമിനറി എസ്റ്റിമേറ്റ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പേരുകളിലൂടെ അറിഞ്ഞിരിക്കുക, അതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്നെല്ലാം നമ്മൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ വിളിക്കും. എന്താണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ദെൻ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് എന്ന് ചോദിച്ചാൽ അതെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് വീണ്ടും കുറേ ടൈപ്പ് ഉണ്ട്. ദറ്റ് ഈസ് യൂണിറ്റ് ബേസ്ഡ് മെത്തേഡ്, ദെൻ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക്കൽ കണ്ടൻറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 4 ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് വരും. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് അകത്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതിൻ്റെ ടൈപ്പായിട്ടും ചില ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ വകഭേദം, അതായത് അതിനകത്ത് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് സിമിലർ ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡിനകത്ത് താഴെയായിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കാരണം ഈ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റാണ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ഇതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കീഴിലായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ പറ്റി നോക്കാം. ഓക്കെ, പ്രിലിമിനറി എസ്റ്റിമേറ്റ് അതിൽ 4 ടൈപ്പും ഉണ്ട്. അപ്പോൾ അതിൽ നോക്കാം എന്താണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ മറ്റ് പേരുകൾ അറിഞ്ഞിരിക്കുക. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്നൊക്കെ വിളിക്കും. അതായത് നമ്മൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടെൻഡറൊക്കെ വിളിച്ചിട്ട് അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ടെൻഡർ വിളിച്ചിട്ട് നമ്മളിപ്പോൾ കോൺട്രാക്ടർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ, ആ സ്കൂളിൻ്റെ എന്താണ് ഇത് ചെയ്യണം, സ്കൂളിലൊരു പുതിയൊരു ബിൽഡിംഗ് വേണം. അപ്പോൾ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അതായത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ഒന്നുമല്ല, എങ്കിലും കുറച്ചൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും, ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കഴിഞ്ഞ് വരണം, എന്നാലേ ടെക്നിക്കൽ സാങ്ഷനിലേക്ക് പോകുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആരാണോ ആ ഒരു ബിൽഡിംഗ്, അത് സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം അവിടെ ഒരു ബിൽഡിംഗ് വരണമെങ്കിൽ. സോ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രിലിമിനറി സ്റ്റഡി എല്ലാം നടത്തിയിട്ട്, ആ ഒരു ബിൽഡിങ്ങിനെ പറ്റിയുള്ള പ്രിലിമിനറി സ്റ്റഡി എല്ലാം നടത്തി ഒരു എസ്റ്റിമേറ്റ് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അതാണ് എന്ത് പറഞ്ഞാൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ പോളിസി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അതായത് ഇപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇപ്പോൾ 1 കോടി രൂപയാകുമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം പ്രാക്ടിക്കൽ നോളജ് ആൻഡ് കോസ്റ്റ് ഓഫ് സിമിലർ വർക്ക്. അതായത് തൊട്ടടുത്ത് ഇപ്പോൾ അങ്ങനെ ഒരു ബിൽഡിംഗ്, സ്കൂൾ തന്നെ ആവണമെന്നില്ല, മറ്റൊരു കെട്ടിടം അതേ ഒരു സൈസിലൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു കോസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് എടുത്തോ അതേപോലെ ആയിരിക്കും ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് സിമിലർ വർക്കിൻ്റെ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് നമ്മളങ്ങ് എടുക്കുകയാണ് അവിടെ നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ്, അത് ചില കോൺട്രാക്ടേഴ്സിന് അവർക്കറിയാം ഇങ്ങനെ ഒരു ഇപ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ ഇത്ര ഇത്ര പൈസയാവും. സോ നമ്മൾ 3 സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിന് ഇത്ര എമൗണ്ട് ആകും എന്ന് അവരുടെ പ്രാക്ടിക്കൽ നോളജിൽ നിന്ന് പറയും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് എസ്റ്റിമേറ്റ് ഈസ് അക്കംപനിഡ് ബൈ ബ്രീഫ് റിപ്പോർട്ട് ആൻഡ് വിത്ത് എ സൈറ്റ് പ്ലാൻ ആൻഡ് ലേഔട്ട് പ്ലാൻ. സൈറ്റ് പ്ലാനും ലേഔട്ട് പ്ലാനും നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇവിടെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്, സൈറ്റ് പ്ലാനിൻ്റെ മിനിമം സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:400 ആണ്. ലേഔട്ട് പ്ലാൻ ആണെങ്കിൽ 1:500 അല്ലെങ്കിൽ 1:400. മോർ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1:500 ആണ്. ദെൻ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് മാത്രം കൊടുത്താൽ പോരാ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാനായിട്ട് എന്തും കൂടെ കൊടുക്കണം, ഒരു ബ്രീഫ് റിപ്പോർട്ടും അതിൻ്റെ സൈറ്റ് പ്ലാനും ലേഔട്ട് പ്ലാനും കൂടെ കൊടുക്കണം.
ഇനി നമ്മൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ കണ്ടിജൻസി കൊടുക്കാറുണ്ട്. കണ്ടിജൻസി നമ്മൾ കൊടുക്കുന്നത് 5 to 10%. ഞാനിവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 10% ആണ്. ടോട്ടൽ കോസ്റ്റിന് 10% കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആണ്. ദെൻ വാട്ടർ സപ്ലൈ ചാർജ് ആയിട്ട് 1.5% ഓഫ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ദെൻ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് 1.5 മുതൽ 2% വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എടുക്കുന്നുണ്ട്. സോ അതെല്ലാം ഓർക്കുക. ഈ പെർസെൻറ്റേജ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ എന്താണ് കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 to 10% ആണ്. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ എക്സ്പെൻഡിച്ചർ വരും അല്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് എന്താ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാമെന്ന് വയ്ക്കാം. അങ്ങനെ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കറിയത്തില്ല മണ്ണിനടിയിൽ എന്താണെന്ന്. കുറച്ച് താഴ്ത്തപ്പോൾ തന്നെ പാറയൊക്കെ കൊണ്ടു. അങ്ങനെയാണെങ്കിൽ പാറ പൊട്ടിച്ചാലേ വീണ്ടും കുറച്ചുകൂടെ അങ്ങോട്ട് താഴോട്ടേക്ക് നമുക്ക് കുഴിക്കാൻ പറ്റും. അല്ലെ, ബിൽഡിങ്ങിൻ്റെ എന്നല്ല, ഞാനിപ്പോൾ ഒരു കിണർ കുഴിക്കുന്ന കാര്യം തന്നെ പറയാം. കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പോയപ്പോൾ തന്നെ പാറ കണ്ടു. അങ്ങനെയാണെങ്കിൽ പാറ പൊട്ടിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വീണ്ടും മുന്നോട്ട് കുഴിച്ച് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്നും അതെന്താണ്? നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറാണത്. അതെല്ലാം എന്തിനകത്ത് പോവും? ഈ കണ്ടിജൻസിനകത്ത് പോവും. അല്ലെങ്കിൽ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് വർക്കിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ എങ്ങാനും നമ്മൾ പൊട്ടിച്ചു. അങ്ങനെ അത് നമ്മൾ ശരിയാക്കി കൊടുക്കണ്ടേ? അതെല്ലാം എന്താണ്? അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്. അതെല്ലാം എന്താണ്? കണ്ടിജൻസിക്കകത്ത് പോവും. ദെൻ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ബേസ്ഡ് മെത്തേഡ്. എന്താണ് യൂണിറ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടാനായിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ യൂണിറ്റ് റേറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാം. ഇപ്പോൾ ഞാൻ ഒരു ഹോസ്റ്റൽ എടുക്കുവാണ്, അല്ലെങ്കിൽ സ്കൂൾ എടുക്കാം. സ്കൂളിൽ ഇത്ര സ്റ്റുഡൻറ്റ് ഒരു സ്കൂളിൽ 100 സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്ന് വയ്ക്കുക. ഓക്കെ, ഞാനപ്പോൾ ആ സ്കൂളിൽ ഒരു 100 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂം നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് ഇവിടെ എന്താണ് 100 സ്റ്റുഡൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്താണ്? സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻറ്റ് എത്ര പേരുണ്ട്? ഓക്കെ, അപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 പേര് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. അതായത് ഒരു സ്റ്റുഡൻറ്റിന് എത്ര രൂപ ആ ഒരു കൺസ്ട്രക്ഷനിൽ ആകും. ഇപ്പോൾ ഒരു 1 lakh ആണ് ഒരു സ്റ്റുഡൻറ്റിന് ആവുന്നതെങ്കിൽ 100 into 1 lakh ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കൺസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ, ഇനി ഞാനിപ്പോൾ സിനിമ തിയേറ്റർ ഹാളൊക്കെ പറയണം. അതായത് ഒരു സീറ്റിന് ഇപ്പോൾ എത്ര 1 lakh ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര സീറ്റ് വേണം? ചിലപ്പോൾ ഒരു 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ ഹോളായിരിക്കും അല്ലേ. സോ 1000 സീറ്റിന് എത്ര? 1000 into 1 lakh ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടുത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ബേസ് മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു യൂണിറ്റ് റേറ്റ്. യൂണിറ്റ് എന്തായിട്ട് എടുക്കണം? ഹോസ്പിറ്റൽസിൻ്റെ കേസിലാണെങ്കിൽ പെർ ബെഡ്. ഓക്കെ, അതായത് ബെഡ് എത്ര ബെഡ് ഉണ്ട്. അതായത് ഇപ്പം 100 ബെഡ് ഇടാനുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്നുണ്ടെങ്കിൽ ഒരു ബെഡിന് ഇത്ര രൂപ അല്ലേ. ഒരു ബെഡിനാണോ അവിടെ പറയുന്ന? അല്ല, ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുവാണ്. ഒരു ബെഡ് ഇടണമെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ബെഡിന് ഒരു 50,000 രൂപ ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരു 100 ബെഡ് ഇടണം. സോ 100 into 50,000 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടുത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടും. ഇനി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണ് പെർ ടെനമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്കൂൾ എടുക്കുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിട്ട് എന്താണ് എടുക്കുന്നത്? സ്റ്റുഡൻ്റ് ആണോ ക്ലാസ് റൂം ആണോ എന്നൊക്കെ ചോദിക്കും. ബോത്ത് A and B ഒക്കെ ആയിട്ട് ആൻസർ വരും. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. പ്ലിന്ത് ഏരിയ എന്തെന്നൊക്കെ നമ്മൾ പഠിക്കും. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു പ്ലാനൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമെൻഷൻ ഇൻറ്റു ഈ ഒരു ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലിന്ത് ഏരിയ കിട്ടും. ഓക്കെ, പ്ലിന്ത് ഏരിയ കിട്ടി. സേ ഇറ്റ് ഈസ് 1 square feet ആണെന്ന് വയ്ക്കുക. 1 square feet. നമ്മൾ എന്നിട്ട് പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് എന്താണ് മൾട്ടിപ്ലൈ. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാൻ ഇത്ര ഇതെന്ന് പറഞ്ഞ ഒരു 100 square feet ആണെന്ന് വയ്ക്കുക കേട്ടോ. ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാൻ എത്ര? 1 lakh rupees ആവുമെന്ന് വയ്ക്കുക.
അങ്ങനെ 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാൻ എത്ര റുപ്പീസ് ആവും? 100 × 1,00,000 റുപ്പീസ് ആവും ആണല്ലോ. അതാണ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പ്ലിന്ത് ഏരിയ റേറ്റ് കൊണ്ട് പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിങ്ങിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു പ്രശ്നം എന്താണ്? നമ്മൾ പ്ലിന്ത് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അവിടെ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ലീസ്റ്റ് ആക്യുറേറ്റ് ആണ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഹാവിംഗ് പ്ലിന്ത് ഏരിയ ഓഫ് 100 സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മോഡൽസ് ചോദിക്കാം. സോ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ തന്നിട്ടുണ്ട് എത്രയാണ്? 100 സ്ക്വയർ മീറ്റർ അറ്റ് റുപ്പീസ് 900 പെർ സ്ക്വയർ മീറ്റർ. അത് ഒരു സ്ക്വയർ മീറ്ററിന് 900 റുപ്പീസ് ചിലവാകും. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ എത്ര ചിലവാകും എന്നാണ് ചോദിച്ചത്. ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ്? 100. അപ്പോൾ പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട് 100, പ്ലിന്ത് ഏരിയ റേറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 900 പെർ സ്ക്വയർ മീറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ടോട്ടൽ കോസ്റ്റ് കിട്ടത്തില്ലേ? അപ്പോൾ കിട്ടുന്നത് 90,000 എന്ന് കിട്ടും. ദെൻ ഫോർ സ്റ്റോറീഡ് ബിൽഡിംഗ്, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിനാണെങ്കിൽ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റോറിക്കും സെപ്പറേറ്റ്ലി നമ്മൾ കണ്ടുപിടിക്കണം. കേട്ടല്ലോ. ദെൻ അടുത്ത് വരുന്നത് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്. ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ക്യൂബിക്കൽ കണ്ടന്റ് ഓഫ് ദ ബിൽഡിംഗ് ഇൻറ്റു ക്യൂബ് റേറ്റ്. ക്യൂബിക്കൽ കണ്ടന്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബിൽഡിങ്ങിൻ്റെ എന്താണ് ടോട്ടൽ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ വോളിയം. ഓക്കെ, ടോട്ടൽ വോളിയം എങ്ങനെയുണ്ട്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ വോളിയം കിട്ടും. അതേ ഇൻറ്റു ക്യൂബ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഇനി നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യം ലെങ്ത്, പിന്നെ ബ്രെഡ്ത്ത്, പിന്നെ ഹൈറ്റ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെപ്പോഴും ഇതിനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ എല്ലും ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഡയമെൻഷൻസ് വേണം എടുക്കാൻ. ലെങ്തും ബ്രെഡ്ത്തും എന്താണ്? ആ ഒരു വോളിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫ്രം ഫ്ലോർ ലെവൽ ടു ടോപ്പ് ഓഫ് റൂഫ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് എന്ന് വയ്ക്കുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ 2 ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് റൂഫാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്ഡ് റൂഫാണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് നമ്മൾ എങ്ങനെ എടുക്കും? ഇതാണ് നമ്മുടെ ഫ്ലോർ ലെവൽ. ഇതെന്താണ്? നമ്മുടെ ഫ്ലോർ ലെവലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ ലെവൽ. ഓക്കെ, ഫ്ലോർ ലെവൽ മുതൽ ടോപ്പ് ഓഫ് റൂഫ് ഇതാണല്ലോ ടോപ്പ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കും, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എടുക്കും. എന്നാൽ ഒരു സ്ലോപ്ഡ് റൂഫിൻ്റെ കേസിൽ ഹാഫ് വേ ഓഫ് ദ സ്ലോപ്ഡ് റൂഫ്, അതായത് ഇതിൻ്റെ പകുതി എത്ര ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അത് മുതൽ ഫ്ലോർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്ന ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ the foundation and the plinth and the parapet above roof are not taken into account and in finding cubical content method. അപ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് അറിഞ്ഞിരിക്കുക. എന്താണ്? ഫൗണ്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്ലിന്തും കൺസിഡർ ചെയ്യുന്നില്ല. ഫൗണ്ടേഷനും പ്ലിന്തും നമ്മൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ പാരപ്പറ്റ് എബോവ് റൂഫ്, റൂഫിന് മുകളിൽ വരുന്ന പാരപ്പറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല? ഫൗണ്ടേഷൻ, പ്ലിന്ത്, പാരപ്പറ്റ് എബോവ് റൂഫ്. ഓക്കെ, ദെൻ ഈ ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് എടുക്കുന്ന IS കോഡ് ഉണ്ട്, IS 3861. ഇത് നിങ്ങൾ ടെസ്റ്റിൽ കണ്ടതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. മോസ്റ്റ് ആക്യുറേറ്റ് ആസ് കമ്പയർഡ് ടു പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. അപ്പോൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആണ്. ദെൻ അടുത്ത് വരുന്ന അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്നത് പറഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ ഇൻ റണ്ണിങ് മീറ്റർ. ഓക്കെ, റണ്ണിങ് മീറ്റർ, അതായത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടെന്ന് വയ്ക്കുക. ഇതിൻ്റെ എല്ലാം ഈ വോളിൻ്റെ റണ്ണിങ് മീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിലെല്ലാം വരും. ഓക്കെ, സോ റണ്ണിങ് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ ഒരു വോള്, ഇതിൻ്റെ ലെങ്ത് പ്ലസ് ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ ഇൻ റണ്ണിങ് മീറ്റർ. റണ്ണിങ് മീറ്റർ എന്ന് മീറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഓഫ് വോൾ, ഒരു റണ്ണിങ് മീറ്ററിന് ഇത്രയാണ് രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇത്രയും റണ്ണിങ് മീറ്റർ കിട്ടിയില്ലേ, അതിന് എത്ര രൂപയാകും എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ് നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്തും പിന്നെ ഒരു സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ഇതിനെന്താണ് പ്ലാൻ അല്ലെങ്കിൽ ലൈൻ പ്ലാൻ ഓഫ് ദ സ്ട്രക്ചർ ഷുഡ് ബി അവൈലബിൾ. ഓക്കെ, ഈ ഒരു ഇത് കണ്ടുപിടിക്കാനായിട്ട് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് വേണം? പ്ലാൻ വേണം. ഞാനിപ്പോൾ പ്ലാൻ വരച്ചിട്ടല്ലേ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. സോ പ്ലാൻ അല്ലെങ്കിൽ ലൈൻ പ്ലാൻ ഓഫ് ദ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യണം? അവൈലബിൾ ആയിരിക്കണം. ഇനി പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താണ് അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്നൊക്കെ വിളിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ കണ്ടു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ പറ്റി നോക്കാം. ഓക്കെ, താങ്ക് യു.